വെൽക്കം ടു CSEB ആസ്പിരൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് RBI ആക്റ്റാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നിങ്ങളുടെ ഓരോ ഇന്ന ടോപ്പിക്ക് വേണമെന്ന് നിങ്ങൾ പറയുമ്പോൾ നമ്മളത് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. മാക്സിമം ഉൾപ്പെടുത്താൻ പറ്റുന്നതൊക്കെ നമുക്ക് എക്സാമിന് മുമ്പ് തന്നെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കട്ടെ. ചിലപ്പോൾ എല്ലാം പറ്റിക്കൊള്ളണമെന്നില്ല, മാക്സിമം പറ്റാവുന്നത് നമ്മൾ ഉൾപ്പെടുത്തി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നൊരു റിക്വസ്റ്റാണ് RBIയുടെ ആക്റ്റ് പിന്നെ ഓരോ സെക്ഷൻ വൈസ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാവോ എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇന്ന് നമുക്ക് പറ്റുന്ന പോലെ മാക്സിമം കണ്ടൻറ്റ് ഉൾപ്പെടുത്തി ചെയ്യുന്നു. ഒക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കൂടുതൽ വീഡിയോസ് കാണാൻ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ധാരാളം വീഡിയോസ് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ ടോപ്പിക്കിലേക്ക് കിടക്കാം. RBI ആക്റ്റ് വിശാലമായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് വേഗതയോടുകൂടി തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ മാക്സിമം മാർക്ക് ഈ ഭാഗത്തുനിന്ന് നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ കണ്ടൻറ്റുകളായി നോക്കി പോവാം. RBI ആക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ട് 1934 എന്നാണ് RBI ആക്ട് അറിയപ്പെടുന്നത്. അപ്പോൾ RBIയുടെ ചരിത്രം പറയുകയാണെങ്കിൽ റോയൽ കമ്മീഷൻ, ദ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് 1926 അതിനെ ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ആ കമ്മീഷൻ റീഡിംഗ് പ്രഭുവിൻ്റെ കാലത്താണ് അങ്ങനെ ഒരു കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായത്. ഒരു സെൻട്രൽ ഒരു ബാങ്ക് വേണം എന്നുള്ള ഒരു ശുപാർശ വരികയും അതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ കമ്മിറ്റിയെ വയ്ക്കുകയും ആ കമ്മിറ്റിയാണ് ഇങ്ങനൊരു പേര് പോലും ഹിൽട്ടൺ കമ്മീഷൻ നിർദ്ദേശിച്ച പേരാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ അത് ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ദിസ് ആക്ട് മേ ബി കോൾഡ് ദ RBI ആക്ട് 1934. ഇറ്റ് എക്സ്റ്റെൻഡ് ടു ദി വോൾ ഓഫ് ഇന്ത്യ മുഴുവൻ പ്രാബല്യത്തിലുണ്ട്. എനാക്ട് ചെയ്യുന്നത് 6/3/1934. ഓരോ വർഷവും ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം പഠിച്ചിരിക്കണം. 6/3 അതായത് മാർച്ച് 6-നാണ് 1934 ആക്ട് വരുന്നത് കേട്ടോ. അത് എഫക്റ്റ് ചെയ്യുന്നത് 1/1/1935 മുതലാണ്. ആക്ട് എനാക്ട് ചെയ്യുന്നത് 6/3/1934 ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറയുമ്പം ജനുവരി, അതായത് ആ 1/1 എന്ന് പറയുമ്പം ജനുവരി 1 അപ്പോൾ 1935 ന്യൂ ഇയറിൻ്റെ അന്നാണ് എന്ത് ചെയ്യുന്നത്, ആക്ട് വരുന്നത്. അത് കഴിഞ്ഞ് RBI എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അതേ വർഷം ഏപ്രിൽ മാസത്തിലാണ്. 1/4/1935 RBI എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ RBI നാഷണലൈസ് ചെയ്യുന്നുണ്ട്. അതെന്നാണ്, അതും ഇതേപോലെ ഒരു ന്യൂ ഇയറിലാണ്. 1949 ന്യൂ ഇയറാണെന്ന് ആലോചിക്കുക. ജനുവരി 1 1949 അന്നാണ് RBI നാഷണലൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഗവർണർ ഓസ്ബോൺ സ്മിത്താണ്. പിന്നെ ഇന്ത്യക്കാരനായത് CD ദേശ്മുഖ് ആണെന്നറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ വേറൊരു ടോപ്പിക്കിൽ പഠിക്കാം. RBIയുടെ അങ്ങനത്തെ കാര്യങ്ങളല്ല നമ്മളിതിൽ പറഞ്ഞത്. നമ്മൾ സെക്ഷൻ വൈസ് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. 62 സെക്ഷൻസ് ആണുള്ളത്. അതിൽ പലതും റിപ്പീൽ ചെയ്തൊക്കെ പോയിട്ടുണ്ട്. 4 ഷെഡ്യൂൾസ് ആണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ 1 പ്രിലിമിനറിയിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നോക്കാം. ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻ്റ് ആണ്. എല്ലാ ആക്റ്റിലെയും പോലെ തന്നെ ഇവിടെയും ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 1 പറയുന്നത്. ഇറ്റ് എക്സ്റ്റെൻഡ് ടു ദി വോൾ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ദി വോൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. കേരള എന്നാണ് വന്നത്. നമ്മുടെ KCS ആക്ടിൻ്റെ ഓർമ്മയിലാണ് കേരള വന്നത് കേട്ടോ, സോറി. അപ്പോൾ അത് കഴിഞ്ഞ് ഡെഫിനിഷൻസ് ആണ് രണ്ടാമത്തത് വന്നത്. ഡെഫിനിഷൻസ് ആണ് 2E ആണ് ഡെഫിനിഷൻസ് കേട്ടോ. ഷെഡ്യൂൾഡ് ബാങ്ക് എന്താണെന്നാണ് ഡെഫിനിഷൻസിൽ പറയുന്നത്. ഷെഡ്യൂൾഡ് ബാങ്ക് എന്താണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. 2E ആണ് ഷെഡ്യൂൾഡ് ബാങ്കിനെ കുറിച്ച് പറയുന്നത്. 2E കുറേ ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഡെഫിനിഷൻസ് മാത്രം, ഒന്നും എടുത്തിട്ടില്ല. ഈ ഷെഡ്യൂൾഡ് ബാങ്കും നോൺ ഷെഡ്യൂൾഡ് ബാങ്കും മാത്രമേ പറയുന്നുള്ളൂ. അതിൽ ഷെഡ്യൂൾഡ് ബാങ്ക് മീൻസ് ദ ബാങ്ക് എന്താണ്, സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെട്ട RBI ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ബാങ്കുകളെയാണ് എന്ത് വിളിക്കുന്നത്, ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. പക്ഷേ കുറച്ച് ക്രൈറ്റീരിയ അല്ലെങ്കിൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇങ്ങനെ, അതായത് ഈ ഒരു സെക്കൻഡ് ഷെഡ്യൂൾ ഉൾപ്പെടുള്ളൂ. എല്ലാ ബാങ്കിനെയും സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് ഈ ഷെഡ്യൂൾ ബാങ്ക്സിൽ ഉൾപ്പെടുത്തുക എന്ന് നമുക്ക് നോക്കാം.
പിന്നെ താഴെ നമ്മൾ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഷെഡ്യൂൾസിൽ ഉൾപ്പെടാത്ത ബാങ്കുകളാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ പ്രധാനമായിട്ടുള്ള പറയുന്ന 4 കണ്ടീഷൻസാണ് പറയണത്. ഒന്നാമത്തെ CRRും SLRും അവർ പറഞ്ഞിരിക്കുന്ന പോലെ മെയിൻറ്റെയിൻ ചെയ്യണം, അതൊന്ന്. പിന്നെ രണ്ടാമത്തെ DTL, ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി, കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. എന്താണ് DTL എന്ന് വെച്ചാൽ ഡിമാൻഡ്, ടൈം, പിന്നെ ലയബിലിറ്റി. അപ്പോൾ D ഫോർ ഡിമാൻഡ്. ഡിമാൻഡ് എന്ന് വെച്ചാൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഏതൊക്കെയാണ്? ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസയാണ് അല്ലേ. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ കാസ എന്ന് വെച്ചാൽ നമ്മുടെ കറണ്ടും സേവിങ്ങും അടങ്ങുന്ന കാസ. ആ കാസയിൽ നിന്നുള്ള ടോട്ടലാണ് എന്ത്? ഈ ഒരു ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ. പിന്നെ ടൈം ഡെപ്പോസിറ്റ്. അപ്പോൾ എന്താ ടൈം ഡെപ്പോസിറ്റ്? ടൈം ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ റാഫ അറിയാലോ. ആ റാഫയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റും പിന്നെ അങ്ങനത്തെ RD പോലത്തെ സംഭവം. അപ്പോൾ അതും നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതാണ് അല്ലേ. ആ റാഫയുടെ ടോട്ടലാണ് എന്ത് വരുന്നത്? ഈ ടൈം ഡെപ്പോസിറ്റ് വരുന്നത്. ടൈം ഡെപ്പോസിറ്റ് എപ്പോഴും ആ കറക്റ്റ് ടൈം പീരീഡ് കഴിഞ്ഞിട്ടാണല്ലോ കൊടുക്കേണ്ടത്. ഓടി വന്ന് ചോദിച്ചാൽ കൊടുക്കാൻ പറ്റില്ല, ആ ടൈം പീരീഡ് കഴിയുമ്പോൾ. പിന്നെ ലയബിലിറ്റീസും ഉണ്ട്, ലോൺസ് കൊടുക്കുന്നത് പോലെയുള്ള ലയബിലിറ്റീസ്. ഇതെല്ലാം വ്യക്തമായി പറയേണ്ട രീതിയിൽ ഇത്ര കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും RBI. അത് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ പറയുന്നത് CRAR, അതും പ്രധാനപ്പെട്ടാണല്ലോ. ക്യാപിറ്റൽ ടു റിസ്ക് അസറ്റ് റേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതും മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ 3 വർഷം ലാഭത്തിലായിരിക്കണം. തുടർച്ചയായ 3 വർഷങ്ങളിൽ ലാഭം കാണിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുള്ളൂ. അപ്പോൾ ഈ 4 കണ്ടീഷൻസും പാലിച്ചാൽ മാത്രമേ ഈ ഒരു കാറ്റഗറിയിലേക്ക് പരിഗണിക്കുള്ളൂ ബാങ്കുകളെ കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു 2E അത്രയും വ്യക്തമായി പറയുന്നില്ല. 2E ഡെഫിനിഷൻ മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ ഒരു കണ്ടീഷൻസ് ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. അടുത്തത് പറയുന്നത് ഇൻകോർപ്പറേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മൂന്നാമത്തെയാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്തൊക്കെയാണ് ഇൻകോർപ്പറേഷനിൽ പറയുന്നത്? എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ എന്തൊക്കെയാണ് പറയുന്നത്? എ ബാങ്ക് ടു ബി കോൾഡ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഷാൾ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് എന്തിനാണ്? ഫോർ ദ പർപ്പസ് ഓഫ് ടേക്കിംഗ് ഓവർ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ കറൻസി. സെൻട്രൽ ഗവൺമെൻറ് ആയിരുന്നു ആദ്യം കറൻസിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. പിന്നെ അതിൽ നിന്നും ആ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും അതിൻ്റെ മാനേജ്മെൻറ്റൊക്കെ ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുണ്ടായത്, ഈ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നത്. ആൻഡ് ഓഫ് ക്യാരിയിങ് ഓൺ ദ ബിസിനസ് ബാങ്കിങ്, ഓൾസോ ബാങ്കിങ്ങും അവരാണ്. അത് ഫുൾ ബാങ്കിങ് സെൻട്രൽ ഒരു സിസ്റ്റത്തിൻ്റെ, അതായത് ഒരു ഇന്ത്യയുടെ കംപ്ലീറ്റ് ബാങ്കിങ്ങും അവർ ഏറ്റെടുക്കുന്നുണ്ടായി. ദ ബാങ്ക് ഷോൾ ബി എ ബോഡി കോർപ്പറേറ്റ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ. ഹാവിങ് എ പെർപെക്ച്വൽ സക്സഷൻ ഉണ്ട്, കോമൺ സീലുണ്ട്. അതൊക്കെ നമ്മൾ സാധാരണ. പിന്നെ നെയിം ടു സ്യൂ ആൻഡ് ടു ബി സ്യൂഡ് അല്ലേ. കേസ് കൊടുക്കാനും അവർക്കെതിരെ കേസ് കൊടുക്കാനും പറ്റും, പരാതിപ്പെടാനും. പരാതിയിൽ രണ്ടുമുണ്ട്. നമുക്ക് RBIക്ക് എതിരെയും കൊടുക്കാം, RBIക്ക് നമുക്കെതിരെയും കൊടുക്കാം. അപ്പം അങ്ങനെ. പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ടതാണ് സെക്ഷൻ 4, ക്യാപിറ്റൽ ഓഫ് ദ ബാങ്ക്. ക്യാപിറ്റൽ ഓഫ് ദ ബാങ്ക് ഷോൾ ബി 5 crores ഓഫ് റുപ്പീസ് എന്നാണ് ആക്റ്റിൽ പറയുന്നത് കേട്ടോ. 5 കോടിയെങ്കിലും വേണം എന്നാണ്. 5 കോടിയാണ് ബാങ്കിൻ്റെ മൂലധനം എന്ന് പറയുന്നത്. ദ ക്യാപിറ്റൽ ഓഫ് ദ ബാങ്ക് ഷോൾ ബി 5 crores ആണ്. അത് ഇപ്പോഴും 5 crores തന്നെയാണ് RBIയുടെ ക്യാപിറ്റൽ പറയുന്നത്. പിന്നെ RBIക്ക് അപ്പോൾ 5 കോടിയേ ഉള്ളൂ എന്ന് വെച്ചാൽ 5 കോടിയൊന്നും അല്ല. RBIക്ക് കണ്ടിൻജൻസി ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം റിസർവ് ഫണ്ട് അങ്ങനത്തെ പലതരത്തിലുള്ള ഫണ്ടുകളുണ്ട്. അതൊക്കെ കോടികളുണ്ട്. പക്ഷേ ശരിക്കും ആ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് തുടക്കത്തിലുള്ള 5 കോടി തന്നെയാണ്. ഇപ്പോഴും 5 കോടി തന്നെയാണ് കേട്ടോ. ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് പറയുന്നത്, അതായത് എത്ര കോടി വേണം എന്നാണ് ബാങ്ക് ആവാൻ. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കാര്യമാണെങ്കിൽ 500 കോടി വേണം എന്നാണ് കേട്ടോ. മൂലധനം 500 കോടി ഉണ്ടെങ്കിലാണ് ഇപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറി കൊടുത്തിട്ടുണ്ടല്ലോ. മറ്റേ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണെങ്കിൽ 200 കോടിയാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞു. ക്യാപിറ്റൽ കഴിഞ്ഞു. പിന്നെ മാനേജ്മെൻറ്റിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ, മാനേജ്മെൻറ്റ് ദ സെൻട്രൽ ഗവൺമെൻറ് മേ ഫ്രം ടൈം ടു ടൈം ഗീവ് സച്ച് ഡയറക്ഷൻസ് ടു ദ ബാങ്ക്. ബാങ്കിന് സെൻട്രൽ ഗവൺമെൻറ്, അത് പ്രധാനപ്പെട്ടാണ്. കാരണം സെൻട്രൽ ഗവൺമെൻറ്റിന് RBIക്ക് ഡയറക്ഷൻസ് കൊടുക്കാൻ കഴിയും എന്ന് പറയുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 7ആണ്. അതുപോലെ RBIയുടെ ക്യാപിറ്റലിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 4ആണ്. പിന്നെ ബോഡി കോർപ്പറേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പെർപെക്ച്വൽ സക്സഷൻ ഉണ്ട് എന്ന് പറയുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 3ആണ്, ഇൻകോർപ്പറേഷൻ മാനേജ്മെൻറ്റ്. അപ്പോൾ ആ രീതിയിലാണ് ചോദ്യങ്ങൾ കടന്നു വരാറ്.
അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ദ സെൻട്രൽ ഗവൺമെൻറ് മേ ഫ്രം ടൈം ടു ടൈം ഗീവ് സച്ച് ഡയറക്ഷൻസ് ടു ദ ബാങ്ക് ആസ് ഇറ്റ് മേ ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ഗവർണറെ കൺസൾട്ട് ചെയ്ത ശേഷം പബ്ലിക് ഇൻട്രസ്റ്റിന് അനുസരിച്ചിട്ടുള്ള ഓരോ തീരുമാനങ്ങളും സെൻട്രൽ ഗവൺമെൻറ്റിനും ഡയറക്ഷൻസ് കൊടുക്കാൻ കഴിയും. ആർക്ക്? RBIക്ക്. അപ്പോൾ RBIന് ആരും ഒന്നും പറയാൻ പാടില്ല, അങ്ങനെയല്ല. സെൻട്രൽ ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും. അപ്പോൾ അത് പറയുന്നുണ്ട്. പിന്നെ അടുത്തത് പറയുന്നത്, അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മൾ ഷെഡ്യൂളിൻ്റെ കാര്യം പറഞ്ഞു. ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്നുണ്ട് 4 ഏരിയാസിനെ കുറിച്ച്. 4 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വെസ്റ്റേൺ, നോർത്തേൺ, ഈസ്റ്റേൺ, സൗത്തേൺ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. സൗത്തേൺ എന്ന് പറഞ്ഞിട്ട് 4 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ലോക്കൽ ബോർഡ്സ് എന്ന് പറയുമല്ലോ. 4 ലോക്കൽ ബോർഡുകളാണ് ഉള്ളത് RBIക്ക്. ഈ RBIനെ എങ്ങനെയാണ് ബോർഡുകൾ തരംതിരിച്ചിരിക്കുന്നത് വെച്ചാൽ ആ റീജിയണൽ വൈസ് ആണ്. വെസ്റ്റേൺ, നോർത്തേൺ, ഈസ്റ്റേൺ, സൗത്തേൺ എന്ന് പറഞ്ഞിട്ട് 4 ഏരിയ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ സൗത്തേണിലാണെങ്കിൽ അതിപ്പോൾ അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട് തോന്നുന്നു, 9ാമത്തെ ലോക്കൽ ബോർഡ്സിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്തത് കോമ്പോസിഷൻ ഓഫ് ദ സെൻട്രൽ ബോർഡ് ആൻഡ് ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ഡയറക്ടേഴ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 8 കേട്ടോ. സെക്ഷൻ 8 എന്നും ധാരാളം ചോദ്യങ്ങൾ കാണാറുണ്ട് സെക്ഷൻ 8മായി ബന്ധപ്പെട്ടിട്ട്. കോമ്പോസിഷൻ ഓഫ് ദ സെൻട്രൽ ബോർഡ് ആൻഡ് ഓഫീസ് ഓഫ് ദ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എത്ര ആൾക്കാരാണ് സെൻട്രൽ ബോർഡിലുള്ളത്? എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം തന്നെയാണ്. RBIയുടെ സെൻട്രൽ ബോർഡിൽ എത്ര ആൾക്കാരാണുള്ളത്? 21 ആൾക്കാരാണ് RBIയുടെ സെൻട്രൽ ബോർഡിലുള്ളത് കേട്ടോ. എത്ര ആൾക്കാരാണ് RBIയുടെ സെൻട്രൽ ബോർഡിലുള്ളത്? 21 ആൾക്കാരാണ് സെൻട്രൽ ബോർഡിലുള്ളത്. അപ്പോൾ ഈ 21 ആൾക്കാർ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ആൾക്കാരാണ് എന്നൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മളൊന്ന് പഠിച്ചു വെക്കണം. 21 ആൾക്കാരാണ് സെൻട്രൽ ബോർഡിലുള്ളത്. അത് പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഗവർണറാണല്ലോ പ്രധാന ആൾ. അപ്പോൾ ഗവർണറുണ്ട്. പിന്നെ അതുകൂടാതെ 4 ഡെപ്യൂട്ടി ഗവർണർമാരുണ്ട്. അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണേ, അത് ഓർക്കണം. 4 ഡെപ്യൂട്ടി ഗവർണർമാരുണ്ട്. എന്നാൽ ഡെപ്യൂട്ടി ഗവർണർമാർ 4-ൽ കൂടാൻ പാടില്ല കേട്ടോ. നോട്ട് മോർ ദാൻ 4 എന്നാണ് പറഞ്ഞത്. താഴെ 3 ഡെപ്യൂട്ടി ഗവർണറേ ഉള്ളൂ, കുഴപ്പമില്ല, പ്രശ്നമില്ല. പക്ഷേ 4 കൂടാൻ പാടില്ല, അങ്ങനെ പറയണം. അപ്പോൾ ഒരു ഗവർണർ, അത് പ്രധാനമാണ്. പിന്നെ 4 ഡെപ്യൂട്ടി ഗവർണർമാരുണ്ടാവും. അപ്പോൾ അതെല്ലാം അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഓക്കെ, ഇവരുടെ കാലാവധിയെക്കുറിച്ച് 5 years ആണ് കാലാവധി. അത് സെൻട്രൽ ഗവൺമെൻറ്റിന് അവരെ അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയും എന്നും പ്രത്യേകം ഓർക്കണം. നോമിനേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്. RBIയുടെ ഗവർണറുടെ കാലാവധിയും 5 വർഷമാണ്. അതുപോലെ തന്നെ 4 ഡെപ്യൂട്ടി ഗവർണർമാരുടെ കാലാവധിയും 5 വർഷമാണ് കേട്ടോ. സെൻട്രൽ ഗവൺമെൻറ്റിന് അപ്പോയിൻറ്റ് ചെയ്യാം. CBOD, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രധാനമാണ്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് 4 ഡയറക്ടേഴ്സ് ടു ബി നോമിനേറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഫ്രം ഈച്ച് ഓഫ് ദ 4 ലോക്കൽ ബോർഡിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. ഡൽഹി, മുംബൈ, ചെന്നൈ ഓർ കൽക്കത്തയാണ് ഈ ലോക്കൽ ബോർഡുകൾ കേട്ടോ. ഈ ഡൽഹി, മുംബൈ, കൽക്കത്ത എങ്ങനെയാണ് വന്നതെന്ന്, സതേണിലാണ് ചെന്നൈ വരുന്നത്. സതേണിൽ ചെന്നൈ, വെസ്റ്റേണിലാണെങ്കിൽ മുംബൈ വരും, നോർത്തിലാണെങ്കിൽ ഡൽഹി വരും, നമ്മുടെ ഈസ്റ്റ് ഭാഗത്താണെങ്കിൽ കൊൽക്കത്തയാണ് വരിക കേട്ടോ. അപ്പം അങ്ങനെയാണ് 4 റീജിയണൽ വൈസ്. നമ്മൾ പറഞ്ഞില്ലേ സെക്ഷൻ 9 പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സെക്ഷൻ 9 അതാണ് പറയണത്. ലോക്കൽ ബോഡി ഈ 4 എണ്ണമാണ്. സതേണിൽ ചെന്നൈ, വെസ്റ്റേണിൽ മുംബൈ ആണ്, നോർത്തേണിൽ ഡൽഹിയാണ്, ഈസ്റ്റിൽ കൊൽക്കത്തയാണ് വരുന്നത്. ഈ ഒരു 4 ഭാഗത്തു നിന്നും 4 ഡയറക്ടർമാർ, 4 ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് കൂടാതെ 10 ഡയറക്ടേഴ്സ് ടു ബി നോമിനേറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് പിന്നെ 10 മെമ്പേഴ്സിനെ അതായത് നോമിനേറ്റ് ചെയ്യും. അപ്പോൾ ഈ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അവർ പൊളിറ്റീഷ്യൻസ് ഒന്നും ആവാൻ പാടില്ല, MPയോ MLAയോ ആവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവർ പൊളിറ്റീഷ്യൻസ് ആവാൻ പാടില്ല, MPയോ MLAയോ ആവാൻ പാടില്ല. അങ്ങനത്തെ ആൾക്കാരെ മാത്രമേ സെൻട്രൽ ഗവൺമെൻറ്റിന് നോമിനേറ്റ് ചെയ്യാൻ കഴിയൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ കാലാവധി നോക്കുകയാണെങ്കിൽ അവർക്ക് 4 വർഷം. അതുപോലെ തന്നെ നമ്മുടെ ലോക്കൽ ബോർഡിലെ ആൾക്കാരുടെ കാലാവധിയും 4 years ആണ് കേട്ടോ. 4 years ആണ് അവരുടെ കാലാവധി. പക്ഷെ അവരെ വീണ്ടും അപ്പോയിൻറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു ടേമും കൂടി കൊടുക്കാം. അപ്പോൾ 2 ടേം, മാക്സിമം 8 വർഷത്തിൽ കൂടാൻ പാടില്ല. അപ്പോൾ 2 ടേമേ അവർക്ക് പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഇവരുടെ കേസിലും സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യണ 10 മെമ്പേഴ്സിൻ്റെ കേസിലും 10 ഡയറക്ടേഴ്സിൻ്റെ കേസിലും 4 വർഷമാണ് കാലാവധി പറയുന്നത്. അവരെ വീണ്ടും അപ്പോയിൻറ്റ് ചെയ്യാം. അപ്പോൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടേമും കൂടി കിട്ടും. അങ്ങനെ 2 ടേം, അപ്പോൾ മാക്സിമം 8 വർഷമായി, പിന്നെ പറ്റില്ല.
അങ്ങനെയാണ് പറയുന്നത്. പിന്നെ പറയുന്നത് 2 ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ നോമിനേറ്റ് ചെയ്യും സെൻട്രൽ ഗവൺമെൻറ്. അവരുടെ ടേം ആസ് പെർ ദ പ്ലഷർ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ആണ്. സെൻട്രൽ ഗവൺമെൻറ്റിന് തീരുമാനിക്കാം. അവർക്ക് എന്തെങ്കിലും അതൃപ്തി വരികയാണെങ്കിൽ അവരെ തന്നെ മാറ്റിയിട്ട് വേറെ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യും. അപ്പോൾ അവരുടെ കാലാവധി തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് ഈ സെക്ഷൻ എന്ന് പറയുന്നത്. 21 മെമ്പേഴ്സ് എങ്ങനെയൊക്കെ വരുന്നു എന്ന് നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി മനസ്സിലാക്കുക. അപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവും. 8ലാണ് പറയുന്നത്, സെക്ഷൻ 8ലാണ് പറയുന്നത് ഈ കോമ്പോസിഷൻ ഓഫ് സെൻട്രൽ ബോർഡ് പറയുന്നത്. അപ്പോൾ ഈ ലോക്കൽ അതായത് നമ്മൾ ഈ ലോക്കൽ ബോർഡുകളെ കുറിച്ച് പറഞ്ഞില്ലേ, അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും അവരുടെ ടേമിനെ കുറിച്ച് പറയുന്നതും സെക്ഷൻ 9 ആണ്. ഇത് കഴിഞ്ഞ് വരുന്ന സെക്ഷനിൽ ലോക്കൽ ബോർഡിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. എല്ലാവരുടെ ഈ ഒരു ഫുൾ 21 ആൾക്കാരെ കുറിച്ച് പറയുന്നത് എന്തിലാണ്? 8ലാണ് കേട്ടോ. 8ലാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 21 ആൾക്കാരായിട്ട്. ഒരു ഗവർണർ, 4 ഡെപ്യൂട്ടി ഗവർണർമാർ, അപ്പോൾ 5ആയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ 4 ഡയറക്ടേഴ്സ്, 4 ബോർഡ് ലോക്കൽ ബോർഡിൽ നിന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് 10 ഡയറക്ടേഴ്സ് നോമിനേറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞു. 2 ഗവൺമെൻറ് ഒഫീഷ്യൽസ് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ടോട്ടൽ 21 മെമ്പേഴ്സായി. ഇത് എന്തായാലും പഠിച്ചിരിക്കണം, മറന്നു പോകാൻ പാടില്ല. പിന്നെ ലോക്കൽ ബോർഡിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനും ഫങ്ഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഷെഡ്യൂളിലാണ് ഈ ഒരു 4 ഏരിയാസ് സ്പെസിഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയണത്. ഫസ്റ്റ് ഷെഡ്യൂളിലാണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ. ഈ ലോക്കൽ ബോർഡിനെ കുറിച്ച് പറയണത് അവരെ 5 മെമ്പേഴ്സാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും 5 മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ലോക്കൽ ബോർഡിനെ നിയന്ത്രിക്കുന്നത് അവരാണ്. 5 മെമ്പേഴ്സ് ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ് അവരെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിന്? അവരെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ റെപ്രസെൻറ്റ് ചെയ്യാൻ ഈ ടെറിട്ടോറിയൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ആൻഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് കോപ്പറേറ്റീവ് ആൻഡ് ഇൻഡിജീനിയസ് ബാങ്ക്സ്, ഇവരെയൊക്കെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാനാണ് 4 ഏരിയയിൽ നിന്നും ആളുകൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ദ മെമ്പേഴ്സ് ഓഫ് ദ ലോക്കൽ ബോർഡ് ഷോൾ എലക്ട് ഫ്രം എമംഗ് ദംസെൽസ്, ഒരാളേനെ അവർ ചെയർമാനായിട്ട് അവരുടെ ബോർഡിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കും. എവറി മെമ്പർ, അവർക്ക് 4 ഇയേഴ്സാണ് കാലാവധി പറഞ്ഞിട്ടുള്ളത്. റീ അപ്പോയിൻമെൻറ്റിന് എലിജിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവരുടെ മാക്സിമം പീരിയഡ് 8 വർഷമാണ്. അപ്പോൾ 2 ടേം അല്ലേ പറ്റുള്ളൂ. അപ്പോൾ 8 വർഷം ആയില്ലോ. ഒന്നുകിൽ കണ്ടിന്യൂസ് അവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടേം കഴിഞ്ഞിട്ട് അടുത്ത ടേമിൽ അവരെ വിളിക്കുമ്പോൾ വരാം. അപ്പോൾ അത്രയാണ് ഈ ലോക്കൽ ബോർഡിനെ. ലോക്കൽ ബോർഡ് ഷോൾ അഡ്വൈസ്, എന്താ അവരുടെ പണിയെന്ന് വെച്ചാൽ സെൻട്രൽ ബോർഡിനെ അഡ്വൈസ് ചെയ്യലാണ് ലോക്കൽ ബോർഡിന് പണിയെന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയണത് മീറ്റിംഗ്സ് ഓഫ് ദ സെൻട്രൽ ബോർഡാണ്. മീറ്റിംഗ്സ് ഓഫ് ദ സെൻട്രൽ ബോർഡാണ് അടുത്തത് പറയുന്നത്. അപ്പോൾ സെക്ഷൻ ലോക്കൽ ബോർഡിനെ കുറിച്ച് പറയണത് സെക്ഷൻ 9 ആണെന്നൊന്ന് ഓർത്തിരിക്കണം. ലോക്കൽ ബോർഡിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 9 ആണ് എന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ചില സെക്ഷൻസൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 2 എന്തായിരുന്നു? ഡെഫിനിഷൻസ് ആയിരുന്നു കേട്ടോ. സെക്ഷൻ 2 ഡെഫിനിഷൻസ് ആയിരുന്നു. സെക്ഷൻ 3 എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് RBI ആസ് എ ബോഡി കോർപ്പറേറ്റ് ആയിരുന്നു. സെക്ഷൻ 4 ആണ് RBIയുടെ ക്യാപിറ്റലിനെ കുറിച്ച് പറഞ്ഞത്, 5 കോടിയാണ്. ഇപ്പം മറ്റേ പ്രൈവറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കേസ് പറയുകയാണെങ്കിൽ 500 കോടിയാണ് കേട്ടോ. സെക്ഷൻ 6 പറഞ്ഞത് ഓഫീസസ്, ബ്രാഞ്ചസ് എത്ര ഉണ്ട് എന്നാണ്. അത് നമ്മളത്ര സെക്ഷൻ 6 എടുത്ത് പറഞ്ഞിട്ടില്ല. ബ്രാഞ്ചസും ഓഫീസസും ആണ്. 31 ഓഫീസസാണ് ഉള്ളത് കേട്ടോ RBIക്ക്. കേരളത്തിൽ ട്രിവാൻഡ്രത്തും എറണാകുളത്തും ഉണ്ട്. പിന്നെ സെക്ഷൻ 7 ആണ് മാനേജ്മെൻറ്റ് ഓഫ് RBI പറഞ്ഞത്. അത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. സെക്ഷൻ 8 കോമ്പോസിഷൻ ഓഫ് ദ സെൻട്രൽ ബോർഡാണ്, 21 മെമ്പേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. സെക്ഷൻ 7 മാനേജ്മെൻറ്റ് ഓഫ് ദ RBI ആണ്. അത് കഴിഞ്ഞ് സെക്ഷൻ 9 നമ്മൾ പറഞ്ഞു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ലോക്കൽ ബോർഡ്സ് ഓഫ് RBI ആണ്. മുംബൈ, ന്യൂഡൽഹി, കൊൽക്കത്ത, ചെന്നൈ എന്നുണ്ട്. അവരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 മെമ്പേഴ്സ് നോമിനേറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ആണ്. അവരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്ത് അവർ ചെയർമാനാക്കി വയ്ക്കും. അങ്ങനെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നടത്തും. പിന്നെ സെക്ഷൻ 11 ഒന്ന് ഓർത്തിരിക്കുക. സെക്ഷൻ 11 നമ്മളിതിൽ കൊടുത്തിട്ടില്ല. സെക്ഷൻ 11 ഒന്ന് പറയാം. സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ റിമൂവ് ഗവർണർ, ഡെപ്യൂട്ടി ഗവർണർ ഓർ എനി അതർ ഡയറക്ടർ ഫ്രം ദ പോസ്റ്റ്. ഏത് പോസ്റ്റിൽ നിന്നും സെൻട്രൽ ഗവൺമെൻറ്റിന് നീക്കം ചെയ്യാൻ കഴിയും കേട്ടോ. റിമൂവ് ചെയ്യാൻ പറ്റും ഗവർണറെയോ ഡെപ്യൂട്ടി ഗവർണറെയോ എനി അതർ ഡയറക്ടേഴ്സ് ഫ്രം ദ പോസ്റ്റ്. MPs MLAs കനോട്ട് ഹോൾഡ് ദ പോസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ്. MPസിനും MLAസിനും ഒന്നും ഈ ഒരു ഡയറക്ടറുടെ പോസ്റ്റ് വഹിക്കാൻ കഴിയില്ല എന്ന് ഓർത്തിരിക്കുക. പിന്നെ സെക്ഷൻ 13 പറയണത് മീറ്റിംഗ് ഓഫ് ദ സെൻട്രൽ ബോർഡാണ്. അതായത് അറ്റ്ലീസ്റ്റ് 6 ടൈംസ് ഇൻ ഈച്ച് ഇയർ കൂടിയിരിക്കണം എന്നാണ് പറയണത്. വൺസ് ഇൻ ഈച്ച് ക്വാർട്ടർ, അങ്ങനെയാണ് പറയുന്നത്. വൺസ് ഇൻ ഈച്ച് ക്വാർട്ടർ. പിന്നെ RBI ഗവർണർക്ക് എപ്പോഴും ഈ ഒരു മീറ്റിങ്ങിൽ എന്തുണ്ട്? കാസ്റ്റിംഗ് വോട്ട് ഉണ്ടായിരിക്കും.
ടൈ വരികയാണെങ്കിൽ കാസ്റ്റിംഗ് വോട്ട് ചെയ്യാനുള്ള അധികാരമുള്ളത് RBI ഗവർണർക്ക് തന്നെയാണ്. പിന്നെ മീറ്റിംഗ്സിൻ്റെ കാര്യം പ്രത്യേകം ഓർക്കുക, അറ്റ്ലീസ്റ്റ് 6 times ഇൻ ഈച്ച് ഇയർ. പിന്നെ ക്വാർട്ടറിൽ വൺസ് എങ്കിലും കൂടണം എന്നാണ് പറയുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് ബിസിനസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബിസിനസ് വിച്ച് ദ RBI എന്തൊക്കെ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റും, സെക്ഷൻ 17 വിശദമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വായിച്ചു നോക്കുക കറക്റ്റായിട്ട്. ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ഉണ്ട്, പർച്ചേസിങ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, മാനേജിങ് പബ്ലിക് ഡെപ്റ്റ്, പിന്നെ ഏജൻ്റായിട്ട് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് പബ്ലിക് ഡെപ്റ്റ് മാനേജ് ചെയ്യാനുള്ള ഏജൻ്റാണ്. എക്സ്പോർട്ട് ക്രെഡിറ്റ് റീഫിനാൻസ് കൊടുക്കുന്നുണ്ട്. ഈ ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗോൾഡ്, സിൽവർ ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച്, എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് സെക്യൂരിറ്റീസ് ആൻഡ് ഷെയർസ്, RBI ക്യാൻ ബൈ, സെൽ, ട്രാൻസ്ഫർ ആൻഡ് കസ്റ്റഡി ഓഫ് സെക്യൂരിറ്റീസ് ഓർ ഷെയർസ് ഇൻ എനി കമ്പനി. അത് നമുക്ക് ക്വസ്റ്റ്യൻസ് കുറച്ച് നോക്കുമ്പം നമുക്ക് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പം നമുക്ക് നോക്കാവുന്നതാണ്. സെക്ഷൻ 17 ടൈപ്സ് ഓഫ് ബിസിനസ്. അപ്പോൾ ടൈപ്സ് ഓഫ് ബിസിനസ് വിച്ച് ദ ബാങ്ക് മേ ട്രാൻസാക്റ്റ് ആണ്. ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് പറഞ്ഞു. അപ്പോൾ ഈ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഓഫ് മണി വിത്തൗട്ട് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഗവൺമെൻറ്റിൽ നിന്നും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഓഫ് മണി വിത്തൗട്ട് ഇൻട്രസ്റ്റ് ആണ്, ഫ്രം ഗവൺമെൻറ് ആണ്. പിന്നെ മറ്റ് ബാങ്കുകൾക്കാണെങ്കിൽ വിത്ത് ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. അത് രണ്ടും ശ്രദ്ധിക്കണം. ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഓഫ് മണി വിത്തൗട്ട് ഇൻട്രസ്റ്റ് ഫ്രം ഗവൺമെൻറ് ആണ്. സെൻട്രൽ ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും അവർക്ക് വിത്തൗട്ട് ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നതെന്ന് ആലോചിക്കണം. എന്നാൽ ബാങ്ക്സ് എന്നാണെങ്കിൽ അവർക്ക് എന്തുണ്ട്, ഇൻട്രസ്റ്റോട് കൂടി തന്നെയാണ് ബാങ്കുകൾക്ക് കൊടുക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് ആകുമ്പോൾ അവർക്ക് എന്തില്ല, വിത്തൗട്ട് ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. പിന്നെ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫ്രീ ഡിസ്കൗണ്ടിങ് ബിൽസ്, പ്രോമിസറി നോട്ടൊക്കെ പർച്ചേസും സെയിലും നടത്തുന്നുണ്ട്. മേക്കിംഗ് ലോൺസ് ടു ബാങ്ക്സ്, ലോക്കൽ അതോറിറ്റീസ്, മേക്കിംഗ് അഡ്വാൻസസ് ടു ഗവൺമെൻറ്, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്, ആക്ടിങ് ആസ് ഏജൻറ്റ് ഫോർ ഗവൺമെൻറ്, ഇഷ്യൂ ഓഫ് ബാങ്ക് നോട്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ സെക്ഷൻ 18 അത് കഴിഞ്ഞു. ഇനി സെക്ഷൻ 19 പറയുന്നത്, 18 ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞ് സെക്ഷൻ 17 നമ്മൾ പറഞ്ഞത് ടൈപ്സ് ഓഫ് ബിസിനസ്, അതാണ് ഇത്രയും പറഞ്ഞത്. സെക്ഷൻ 18 പറയുന്നത് RBI ഹാസ് ദ പവർ ടു ഡയറക്റ്റ് ഡിസ്കൗണ്ട് ഓഫ് ബിൽസ് അലൗവിങ് ലോൺസ് ഇൻ കേസ് ഓഫ് എമർജൻസീസ് ടു ബാങ്ക്സ് ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഒക്കെ എമർജൻസീസ് വരികയാണെങ്കിൽ RBIക്ക് എങ്ങനെ ഡയറക്റ്റ് ഡിസ്കൗണ്ട് ഓഫ് ബിൽസും അലൗവിങ് ലോൺസൊക്കെ കൊടുക്കാനുള്ള ഒരു അധികാരം ഉണ്ടെന്നാണ് പറയുന്നത്. സെക്ഷൻ 19 ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 17 പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സെക്ഷൻ 19 കേട്ടോ. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ബിസിനസ് വിച്ച് ദ ബാങ്ക് മെ നോട്ട് ട്രാൻസാക്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ട്രേഡിംഗ് ആക്ടിവിറ്റീസ് പാടില്ല. പിന്നെ അതുപോലെ തന്നെ പർച്ചേസിങ് ഷെയർസ് ഓഫ് ബാങ്കിങ് കമ്പനീസ് പാടില്ല. ഗ്രാൻറ്റിംഗ് ലോൺസ് എഗെയിൻസ്റ്റ് സച്ച് ഷെയർസ്, അങ്ങനത്തെ ഷെയർസിന് ലോൺസ് പ്രൊവൈഡ് ചെയ്യാനും പാടില്ല. പിന്നെ അഡ്വാൻസസ് മണി എഗെയിൻസ്റ്റ് മോർട്ട്ഗേജ്, അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയായി ബന്ധപ്പെട്ട ഒരു കാര്യവും പാടില്ല. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടുള്ള ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കാനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആർക്ക് പാടില്ല, RBIക്ക് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. ഇതിൻ്റെ ഒരു ഉള്ളടക്കമാണ് നമ്മൾ പറഞ്ഞു കേട്ടോ. എൻഗേജ് ഇൻ ട്രേഡ് അത് പാടില്ല. ട്രേഡിങ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പാടില്ല. ഒരുപാട് അതായത് സെക്ഷനിലുള്ള പോലെ തന്നെ നമ്മൾ കൊടുത്തു എന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു ഉള്ളടക്കം നോക്കുകയാണെങ്കിൽ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പാടില്ല. പർച്ചേസിങ് ഓഫ് ഷെയർസ് ഓഫ് എനി ബാങ്കിങ് കമ്പനി അല്ലെങ്കിൽ അങ്ങനത്തെ അവർക്കെതിരെ സെക്യൂരിറ്റി വെച്ചിട്ട് ലോൺസ് ഒന്നും കൊടുക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ മോർട്ട്ഗേജ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓർ ഡോക്യുമെൻറ്റ്സ്, ടൈറ്റിൽ ഡീഡൊക്കെ വെച്ചിട്ട് അഡ്വാൻസ് മണി കൊടുക്കില്ലേ, ആ പരിപാടിയൊന്നും പാടില്ല. അതുമായി ബന്ധപ്പെട്ട ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കലൊന്നും പാടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. അതൊക്കെയാണ് ഈ സെൻട്രൽ ബാങ്കിങ്ങിന് പറ്റാത്ത കാര്യങ്ങൾ. പിന്നെ ഒബ്ലിഗേഷൻസ് ഓഫ് ദ ബാങ്ക് ടു ട്രാൻസാക്ട് ഗവൺമെൻറ് ബിസിനസ്. ചാപ്റ്റർ 3ലേക്ക് കടന്നു കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്കിങ്ങിൻ്റെ ഫങ്ഷൻസ് പിന്നെ ചാപ്റ്റർ 3 സ്റ്റാർട്ട് ചെയ്യാണ്. ഒബ്ലിഗേഷൻസ് ഓഫ് RBI ടു ട്രാൻസാക്ട് സെൻട്രൽ ഗവൺമെൻറ് ടു ബിസിനസ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ അഡ്വൈസർ തന്നെയാണ് RBI. RBI ആണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഫിനാൻഷ്യൽ സെറ്റപ്പ് എല്ലാറ്റിനുമുള്ള ഒരു അടിത്തറ കൊടുക്കുന്നത് എവിടെ നിന്ന് തന്നെയാണ്, RBI തന്നെയാണ്. അപ്പോൾ അത് ഒരു പ്രധാനമാണ്. അപ്പോൾ അതുമാണ് സെക്ഷൻ 20 പറയണത്. അപ്പോൾ സെക്ഷൻ 20 സെക്ഷൻസ് ആണ് നമ്മളിവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ സെക്ഷൻ 9 ഒന്ന് ഓർത്തിരിക്കണം. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ലോക്കൽ ബോർഡ് ഓഫ് RBI ഉണ്ടല്ലോ, മുംബൈ, ന്യൂഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, അത് മാനേജ് ചെയ്യാൻ 5 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്തത്, അതൊന്ന് ഓർത്തിരിക്കണം. സെക്ഷൻ 13ഉം 17ഉം പിന്നെ
17 കഴിഞ്ഞിട്ട് 18 അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, 19 ഒന്ന് ഓർത്തിരിക്കണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് അത്. പിന്നെ ക്യാപിറ്റൽ ഓഫ് RBI 5 കോടിയാണെന്ന് ആലോചിക്കണം. സെക്ഷൻ 7ഉം 8ഉം ഒന്ന് ഓർത്തിരിക്കണം. 2E എന്താണ്, അതിന് എന്തൊക്കെ കണ്ടീഷൻസ് ആണ് അതുമായി ബന്ധപ്പെട്ട് പറയണത് എന്ന് ഓർത്തിരിക്കണം. അപ്പോൾ അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ RBIക്ക് 31 ലൊക്കേഷൻസ് ആണ് ഓഫീസസ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഓഫീസസ് ഇല്ലാത്ത റീജിയണിൽ അവരെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ SBI വഴി. പിന്നെ SBI മാത്രമല്ല, ബാക്കി ഇപ്പോൾ 12 നാഷണലൈസ് ബാങ്കാണ് ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ അതിൽ തന്നെ ബാക്കി 11, അങ്ങനെ 12 നാഷണലൈസ് ബാങ്കുകൾ വഴി ഇവർ വഴി ഏജൻറ്റ് പോലെ ഓഫീസ് ഉണ്ടാവും അവർക്ക്. അങ്ങനെ ഈ അവർ ഏജൻ്റാണ്, SBI വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുക, ഓഫീസ് ഇല്ലാത്തവിടത്ത് പ്രവർത്തിക്കുക. ഇനി SBI ഇല്ലെങ്കിൽ മറ്റു ബാങ്കുകൾ അവർ അങ്ങനെ പ്രവർത്തിക്കും കേട്ടോ. അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ നടക്കുന്നത്, പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഈ ഒരു സെക്ഷൻ 19 ബന്ധപ്പെട്ടിട്ട് മുമ്പ് വന്ന ചോദ്യം എങ്ങനെയാണ്, സെക്ഷൻ 19 ഓഫ് RBI ആക്ട് പ്രൊഹിബിറ്റ്സ് RBI ഫ്രം ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഓപ്ഷൻ A പറഞ്ഞിട്ടുള്ളത് മേക്കിംഗ് ലോൺസ് ഓർ അഡ്വാൻസസ് എഗെയിൻസ്റ്റ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അത് ചെയ്യാൻ പാടില്ലാത്ത, പ്രൊഹിബിറ്റ് ചെയ്യുന്നത് എന്തെല്ലാമാണെന്നാണ്. അലൗവിങ് ഇൻട്രസ്റ്റ് ഓൺ കറൻറ്റ് അക്കൗണ്ട്. അപ്പോൾ അത് അലൗ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് ഓർ കറൻറ്റ് അക്കൗണ്ട് പാടില്ല എന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ഓർത്ത് വെക്കണം. അലൗവിങ് ഇൻട്രസ്റ്റ് ഓൺ കറൻറ്റ് അക്കൗണ്ട് പാടില്ലാത്തത് തന്നെയാണ്. പർച്ചേസ് ദ ഷെയർസ് ഓഫ് എ ബാങ്കിങ് കമ്പനി, അതും പാടില്ലാത്തത് തന്നെയാണ്. ഡ്രോയിങ് ഓർ ആക്സെപ്റ്റിംഗ് ബിൽസ് പേയബിൾ അതർവൈസ് ദാൻ ഓൺ ഡിമാൻഡ്, അതും പാടില്ലാത്തത് തന്നെയാണ്. ഓൾ ഓഫ് ദി എബവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓൾ ഓഫ് ദി എബവ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. മേക്കിംഗ് ലോൺസ് ഓർ അഡ്വാൻസസ് എഗെയിൻസ്റ്റ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സെക്ഷൻ 19 വരുന്ന കണ്ടീഷൻസ് തന്നെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇതെല്ലാം കൊടുത്തിട്ട് പിന്നെ അവസാനം ഓൾ ഓഫ് ദി എബവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദി എബവ് ആണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ബാക്കി 4 നമ്മൾ പഠിച്ചിരിക്കണം. മേക്കിംഗ് ലോൺസ് ഓർ അഡ്വാൻസസ് എഗെയിൻസ്റ്റ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അലൗവിങ് ഇൻട്രസ്റ്റ് ഓൺ കറൻറ്റ് അക്കൗണ്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പർച്ചേസ് ദ ഷെയർസ് ഓഫ് എ ബാങ്കിങ് കമ്പനി, ഡ്രോയിങ് ഓർ ആക്സെപ്റ്റിംഗ് ബിൽസ് പേയബിൾ അതർവൈസ് ദാൻ ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ അടുത്തത് പറയുന്നത് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ അസൈൻഡ് ടു RBI. RBIക്ക് അസൈൻ ചെയ്ത ഫംഗ്ഷൻസ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ അസൈൻഡ് ടു RBI ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ ഓപ്ഷൻസ് വായിക്കാം. മാനേജിങ് ഫോറിൻ എക്സ്ചേഞ്ച് ആക്ട്, പിന്നെ B പറഞ്ഞിട്ടുള്ളത് കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്. അപ്പോൾ മാനേജിങ് ഫോറിൻ എക്സ്ചേഞ്ച് ആക്ട് ഉള്ളതാണ്. പിന്നെ B കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് ആണ്, അതും ഉള്ളതാണ്. അപ്പോൾ അത് ശരിയാണ്, അതൊക്കെ ഉള്ളതാണ്. RBI ആക്കി അസൈൻ ചെയ്ത ഫംഗ്ഷനിൽ പെട്ടതാണല്ലോ. പിന്നെ അലോക്കേറ്റിംഗ് ഫണ്ട്സ് ഡയറക്ട്ലി ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുണ്ടോ? ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ടാണ് ഓപ്ഷൻ D കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ C എന്താണ്? അലോക്കേറ്റിംഗ് ഫണ്ട്സ് ഡയറക്റ്റ്ലി ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുണ്ടോ? അതില്ല കേട്ടോ, അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ അസൈൻഡ് ടു RBI എന്ന് വന്നിട്ടുണ്ട് ചോദ്യം. A മാനേജിങ് ഫോറിൻ എക്സ്ചേഞ്ച് ആക്ട്, അതുണ്ട്. B കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്, അത് അസൈൻ ചെയ്ത ഡ്യൂട്ടി തന്നെയാണ്. പിന്നെ D ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, അതും അവസാനം RBIയിലാണല്ലോ നമ്മൾ അഭയം പ്രാപിക്കുക. ഗവൺമെൻറ് ആണെങ്കിലും ബാക്കി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആര് തന്നെയാണെങ്കിലും അതൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇല്ലാത്തതാണ് ഈ അലോക്കേറ്റിംഗ് ഫണ്ട്സ് ഡയറക്റ്റ്ലി ഇല്ല. അല്ലാതെ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിന് ലോണും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എല്ലാം കൊടുക്കും. ഡയറക്റ്റായിട്ട് കൊടുക്കാൻ നമ്മുടെ നബാർഡ് പോലത്തെ സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഡയറക്റ്റ്ലി ഇല്ല എന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇവിടെ ഇല്ല. അപ്പോൾ അതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന കാണാണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് പോകരുത് വെച്ച് 1-2 ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ശ്രദ്ധയിൽ പെട്ടു. അപ്പോൾ അതൊന്ന് എടുത്തു പറഞ്ഞതാണ്. ഈ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു 20 സെക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി സെക്ഷൻസ് എല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ച് ഡീറ്റെയിൽഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. എന്തായാലും എക്സാമിന് മുമ്പ് തന്നെ നമ്മൾ ഈ RBI ആക്ട് വിശാലമായിട്ട് തന്നെ പഠിക്കും. അപ്പോൾ നിങ്ങളുടെ ടോപ്പിക്കുകൾ കൂടുതൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് സമയക്കുറവുകൊണ്ടാണ് പറ്റുന്ന ടോപ്പിക്സ് മാക്സിമം നമ്മൾ കവറപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.